അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത്ര എങ്ങനെ ഉള്ള നല്ല പ്രതീക്ഷയില്ല ആദ്യം മുതൽ എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നൊരു ഭൂരിപക്ഷം എന്താ? കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മലപ്പുറത്ത്. അത് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 5 ലക്ഷം ഒരു വലിയൊരു സ്വപ്ന ഭൂരിപക്ഷമാണ് UDF ആദ്യം മുതൽ പറയുന്നത്. അപ്പോൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ഈ ആളുകളെ വരിയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ. അതിന് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക്കൊന്നുമല്ല. പിന്നെ പ്രിയങ്കാജി ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കുക എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അവർ സമയമായിട്ടില്ല, അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത്. ഒരുങ്ങി വന്നു, കാണാമല്ലോ നമുക്ക് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ല. വെറുതെ വരാൻ വേണ്ടി വന്നതല്ല, വളരെ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സൊക്കെ ശരിയാക്കി വന്നതാണെന്നാണ്. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോൾ എന്തൊരു വ്യത്യാസം തോന്നുന്നത്? കുറച്ചുകൂടി നമുക്കൊരു കൂടുതൽ വൈബ്രൻ്റായിട്ട് പ്രിയങ്കനെ തോന്നുന്നുണ്ട്. രാഹുൽ കുറേ സമയം പിടിച്ചു ഒരു ഈ രൂപത്തിലെത്താൻ. പക്ഷേ പ്രിയങ്കയ്ക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ജീന് വന്നോ എന്നൊക്കെ സംശയിക്കാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉണ്ടാകാമല്ലോ, അതിന് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇഷ്ടം വോട്ടർമാർക്കുണ്ട്, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പാർട്ടി വോട്ടർമാർ പാർട്ടിക്കേ ചെയ്യുള്ളൂ. പക്ഷേ അതിനപ്പുറം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, എപ്പോഴും പാർട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാർ, കേഡർ ആൾക്കാർ, അതെന്താണെങ്കിലും അങ്ങനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഒരു വലിയൊരു ഭാഗം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതെയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അവരൊക്കെയാണല്ലോ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത്. അവർക്ക് ഈ പ്രാവശ്യം ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണ്ണ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിൽ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കണം. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു എത്ര ശതമാനമാണ്? അല്ല, നമ്മൾ ലക്ഷ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിനേക്കാളും കൂടുതൽ വേണം. നമുക്ക് പിന്നെ ചില ആൾക്കാർ പറയുമ്പോൾ ഇവിടുത്തെ ആകെ വോട്ടിനേക്കാളും കൂടുതലൊക്കെ പറയും ഭൂരിപക്ഷം. നിലമ്പൂർ എത്ര വോട്ടുള്ളത് അതിനനുസരിച്ചല്ലേ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ ഒരു തിരിച്ചടിയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ളൊരു ഒരു പോളിംഗ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ വോട്ടായിട്ട് തോന്നുന്നു ഭൂരിപക്ഷമൊക്കെ വരുമ്പോൾ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ഒരു മറ്റുള്ളവർക്ക് മറ്റുള്ള വോട്ടർമാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊരു ആത്മവിശ്വാസം കൂടുകയാണ്. അത് മറ്റൊരിടത്ത് കുറയും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കറിയില്ല. കഴിഞ്ഞ മോഡി ഗവൺമെൻറ്റും ഈ പ്രാവശ്യത്തെ മോഡി ഗവൺമെൻറ്റും ഉള്ള വ്യത്യാസങ്ങൾ അറിയാം. ഇന്നത്തെ മാതിരി ഓവർനൈറ്റ് ഇപ്പം ആദ്യമായിട്ട് വഖഫ് ബില്ല് കൊടുക്കുന്ന JPCക്ക് വിട്ടില്ലേ, പാസ്സാക്കാൻ അവർക്ക് സാധിക്കും എന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി നിലപാടെന്ന് ജനങ്ങളെന്ന് അറിയാൻ താല്പര്യം കാണിച്ചല്ലോ. അപ്പം അതുപോലെ ഇവിടെ നിന്ന് കൂടുതൽ വലിയ ഭൂരിപക്ഷം വരുമ്പം സ്വാഭാവികമായും മറ്റ് ഭരണം കൈയാളുന്നവരുടെ മനസ്സിൽ ഒന്നും കൂടി നല്ല കഴിയണം, അല്ലാണ്ട് കൈവിട്ട് പോകും എന്നുള്ളൊരു ബോധം വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മുമ്പേ ഈ നാഗ്പൂരിൽ നിന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പം ഓവർനൈറ്റായിട്ട് നടപ്പില്ല, ശരിയാക്കി രാവിലെ കുക്കറിലിട്ട് 11 മണിക്ക് പാർലമെൻറ്റിൽ കൊണ്ടിട്ട് ആ ഒരു രൂപത്തിൽ നിന്നൊക്കെ മാറ്റം വന്നല്ലോ. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ അവർ ജ്യേഷ്ഠൻ അനിയത്തി എന്നുള്ളതാണെങ്കിൽ തന്നെ അവർക്കൊരു ആ പാരമ്പര്യം അവർ കണ്ടു വളർന്നതാണല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും, വിഷമുള്ള ഭാഗവും നല്ല ഭാഗവും ഒക്കെ കണ്ടു വളർന്ന അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഇന്ത്യയിലാകമാനം കിട്ടുന്ന ലീഡർഷിപ്പ് എന്നുള്ള നിലക്കും അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വ്യക്തിമായ പൊതുവെ ജനങ്ങളെ അഭിപ്രായമാണ്. ഇന്ന് രാവിലെ PP ജയരാജൻ്റെ ഒരു ആത്മകഥയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 2ാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്താണ് ഒരു തിരിച്ചറിവുണ്ടായോ? 1ാം സർക്കാർ വലിയ നല്ലതാണെന്ന് പറഞ്ഞല്ലോർക്കല്ലേ 2ാമത്തെ ദുർബലമാണെന്നില്ല. നമുക്ക് ആദ്യത്തിലെ അഭിപ്രായമല്ല. EP തന്നെ തുറന്ന് പറയുമ്പോഴേ അല്ല, EPL ആര് പറഞ്ഞത് നമുക്കറിയില്ലേ. ഉമ്മൻചാണ്ടി ഭരിച്ച ആ സമയവും അതിന് ശേഷം സഖാവ് പിണറായി വിജയൻ ഭരിച്ച സമയം തമ്മിൽ ഗജാന്തര വ്യത്യാസമല്ലേ ഉള്ളത് നാട്ടുകാർക്കൊക്കെ. പിന്നെ അദ്ദേഹത്തെ വളരെ മോശമാക്കി വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മളൊക്കെ അതിന് ദുഃഖിതരാണല്ലോ. അന്ന് അതിന് ചിരിച്ചവരും ഒപ്പിച്ചു കൊടുത്തവരൊക്കെ. അപ്പോൾ
കഴിഞ്ഞു പോയതൊക്കെ നല്ലത് എന്നുള്ള അഭിപ്രായമില്ല. കഴിഞ്ഞ ഭരണകാലത്തിൽ എൻ്റെ അനുഭവത്തിൽ 2 ഭരണത്തിൽ ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടായത്. ഒന്ന് അച്യുതമേനോൻ, അച്യുതമേനോൻ 1969 അധികാരം ഏറ്റെടുത്തപ്പോൾ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഇത് ഉണ്ടായത് ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇനിയൊരു പ്രതീക്ഷ ഉള്ളത് ഒരു UDF ഭരണം വന്നതിന് ശേഷം വെറുതെ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇന്നലെ നടത്തിയ സീപ്ലെയിൻ ലാൻഡിങ്ങാണ്. അപ്പം അങ്ങനത്തെ പല ഇഷ്യൂകളിലും എല്ലാ ഇഷ്യൂകളിലും എതിർപ്പുണ്ടായിരുന്ന ആൾക്കാർ മേ ബി ബിക്കോസ് ഓഫ് ടൈം കാലം മാറിയപ്പം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. ആ ചേഞ്ച് തുടക്കം മുതലേ ഉണ്ടെങ്കിൽ 5 കൊല്ലം മതി നമ്മുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങളൊക്കെ തീരാം. സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, വരുമാനം കൂടുതൽ കിട്ടാം. GST ഇപ്പോൾ വരുമാനം കൂടുതൽ കിട്ടൽ തുടങ്ങിയെന്ന് നമ്മൾ തന്നെ മനസ്സിലായില്ല, എതിർത്തിരുന്നാണല്ലോ. അതുകൊണ്ട് അടുത്ത 5 വർഷക്കാലം അല്ലെങ്കിൽ ഈ ടേം കഴിഞ്ഞ് അടുത്ത ടേമിൽ ഇവിടെ UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ ദർ വിൽ ബി എ ചേഞ്ച്.